ഹായ്, ഞാൻ മോയ് ജോൺ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടും എന്ന ഉദ്ദേശത്തോടെ ഞാൻ സമർപ്പിക്കുന്നു സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനി, അതായത് CDSL. 1997 ഡിസംബർ 12 മുംബൈ ആസ്ഥാനമായി ആദ്യത്തെ ഇന്ത്യൻ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി സർവീസസ് ആയ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് CDSL നിലവിൽ വന്നു. തുടക്കത്തിൽ BSE ലിമിറ്റഡിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും 1999 ഫെബ്രുവരിയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ, അതായത് സെബിയിൽ നിന്ന് അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. ഡീമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ് കൈവശം വയ്ക്കുന്നതാണ് CDSLൻ്റെ പ്രധാന പ്രവർത്തനം. സെക്യൂരിറ്റി ഡിപ്പോസിറ്ററിയായി പ്രവർത്തിക്കുന്നതോടൊപ്പം ഇലക്ട്രോണിക് രൂപത്തിൽ സെക്യൂരിറ്റീസ് കൈവശം വയ്ക്കുന്നതിനും ഇടപാടുകൾ നടത്തുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡുകൾ തീർപ്പാക്കുന്നതിനും സഹായിക്കുന്നു. ഈ സെക്യൂരിറ്റികളിൽ ഇക്വിറ്റികൾ, ഡിബഞ്ചേഴ്സ്, ബോണ്ടുകൾ, ETF അതായത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ, ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ് എന്നിവ ഉൾപ്പെടുന്നു. 2017 ജൂൺ 30 IPO വഴി NSEയിൽ CDSL ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഏഷ്യൻ പസഫിക് മേഖലയിൽ ലിസ്റ്റ് ചെയ്ത ആദ്യത്തെയും ലോകത്തെ രണ്ടാമത്തെയും ഡിപ്പോസിറ്ററിയാണിത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ഡിപ്പോസിറ്ററി വഴി ലഭിക്കുന്നു. ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായ ഇടവേളകളിൽ സെക്യൂരിറ്റീസ് ഹോൾഡിങ്ങുകളുടെയും ഇടപാടുകളുടെയും വിശദാംശങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നതിന് DP അതായത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആവശ്യമാണ്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നാൽ ഡിപ്പോസിറ്ററികൾക്കും ഇൻവെസ്റ്റേഴ്സിനും ഇൻ്റർമീഡിയറിയായി പ്രവർത്തിക്കുന്നവരാണ്. വ്യാജമായ പേപ്പർ അധിഷ്ഠിത സർട്ടിഫിക്കറ്റുകൾ ഡിപ്പോസിറ്ററി സിസ്റ്റം വഴി ഒഴിവാക്കി സെക്യൂരിറ്റികളുടെ, അതായത് ട്രേഡബിൾ ഫൈനാൻഷ്യൽ അസറ്റുകളുടെ കാര്യക്ഷമതയും പെട്ടെന്നുള്ള കൈമാറ്റവും CDSL വഴി ഓഫർ ചെയ്യുന്നു. ഈ കമ്പനിയിൽ 2020 20 മില്യൺ ആക്റ്റീവ് ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇത് 2015 നോക്കുകയാണെങ്കിൽ 10 മില്യൺ ആയിരുന്നു. ഏകദേശം 5 വർഷം കൊണ്ട് ഇരട്ടിയിലധികം കൂടിയതായി കാണാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കൂടുതൽ ആളുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നു. മൂലധന വിപണിയിലെ നിക്ഷേപകർക്ക്, ഇടനിലക്കാർക്ക് KYC സേവനങ്ങൾ, വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ കൈവശമുള്ളവർക്ക് ഇലക്ട്രോണിക് രൂപത്തിൽ ഇൻഷുറൻസ് പോളിസികൾ കൈവശം വയ്ക്കുവാൻ അനുവദിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, കൂടാതെ വോട്ടിംഗ്, ലോക്കർ, നാഷണൽ അക്കാഡമി ഡിപ്പോസിറ്ററി, സുരക്ഷാ വിവരങ്ങളിലേക്കുള്ള ഇലക്ട്രോണിക് ആക്സസ്, എക്സിക്യൂഷൻ ഓഫ് സെക്യൂർഡ് ട്രാൻസാക്ഷൻ, വിൽപത്രം തയ്യാറാക്കൽ, മൊബൈൽ എന്നിവ പോലുള്ള മറ്റ് ഓൺലൈൻ സേവനങ്ങൾ കമ്പനി നൽകുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 2 ഡിപ്പോസിറ്ററി സർവീസസ് ആണ് ഉള്ളത്. അതിലൊന്നാണ് CDSL, മറ്റൊന്ന് NSDL എന്നറിയപ്പെടുന്നു. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ഇഷ്യൂർ കമ്പനീസ്, രജിസ്ട്രാർ, ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, ബെനിഫിഷ്യൽ ഓണേഴ്സ്, ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്നിവ പോലുള്ള ഇടനിലക്കാർ വഴി ഈ കമ്പനി നിക്ഷേപകരെ സഹായിക്കുന്നു. കമ്പനിയുടെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ 4852 crores കറണ്ട് മാർക്കറ്റ് പ്രൈസ് 464 rupees. ഇതിൻ്റെ 52 വീക്ക് ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 514 52 വീക്ക് ലോ പ്രൈസ് 180 കമ്പനിയുടെ ബുക്ക് വാല്യൂ 73.80 rupees. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.97%, കമ്പനിയുടെ ROCE 19.60%, ROE 15.30%. കമ്പനിയുടെ ഫേസ് വാല്യൂ 10 rupees. കമ്പനിയുടെ ചാർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 50-day മൂവിംഗ് ആവറേജ് ലൈൻ 18 May 2020 ഏകദേശം 225 rupees നിന്ന് 514 rupees വരെ ഉയർന്നു വന്നതായി കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ചാർട്ട് ലൈൻ വീണ്ടും 50-day മൂവിംഗ് ആവറേജ് ലൈനിൽ താഴ്ചയിൽ ടച്ച് ചെയ്യുന്നതും
ചിലപ്പോൾ ഒരു ചെറിയ ഇടിവിന് ശേഷം ഷെയർ പ്രൈസ് മുകളിലേക്ക് തന്നെ പോവുക തന്നെ ചെയ്യും. കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന സ്കോർ നമുക്ക് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2 ഇയറിൽ 87.16%, 1 ഇയറിൽ 108.51%, 6 മന്ത്സിൽ 113.35%, 3 മന്ത്സിൽ 32.18%, 1 മന്തിൽ -3.08%, 1 വീക്കിൽ -3.89%, 1 ഡേയിൽ -0.65%. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഹോൾഡിംഗ് 38.10%, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 28%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 20%, മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 11%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 2.90%. കമ്പനിയുടെ ക്വാർട്ടർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും സെയിൽസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതോടൊപ്പം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു വരുന്നതായും കാണാൻ സാധിക്കുന്നു. കമ്പനിയുടെ ഇയർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ സെയിൽസിൽ ഇൻക്രീസ് വരുന്നുണ്ടെങ്കിലും 2020 നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയറിനേക്കാൾ കുറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. എന്നാൽ 2020 ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റിൽ ജൂൺ ആൻഡ് സെപ്റ്റംബറിൽ നല്ല ഒരു മുന്നേറ്റം തന്നെ നടന്നതായി കാണാൻ സാധിക്കുന്നു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 104 crores റിസർവ്സ് എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്യുന്നതായും കാണാൻ സാധിക്കുന്നു. കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്നത് കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണെന്നുള്ളതാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും അതർ അസറ്റിലും എല്ലാ വർഷവും വർധനവുള്ളതായി കാണാൻ സാധിക്കുന്നു. കമ്പനിയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ 10 ഇയേഴ്സിൽ 8%, 5 ഇയേഴ്സിൽ 16%, 3 ഇയേഴ്സിൽ 16%. കമ്പനിയുടെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിൽ 8%, 5 ഇയേഴ്സിൽ 25%, 3 ഇയേഴ്സിൽ 7%. രാജ്യത്തെ ജനസംഖ്യയുടെ 2% പേർ മാത്രമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നാൽ അമേരിക്കയിൽ ജനസംഖ്യയുടെ 50% മുകളിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ളവരാണ്. അതുപോലെ ചൈനയിലെ ജനസംഖ്യയുടെ 7% മുകളിലും. ഈ കൊറോണ സമയത്ത് ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ ജനത കൂടുതൽ കടന്നു വരുന്നതായി കാണാൻ സാധിക്കുന്നു. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതുമായ ഈ സ്റ്റോക്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. എങ്കിലും നിങ്ങൾ ഈ സ്റ്റോക്കിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.